അത്ഭുതകരമായൊരു രക്ഷപ്പെടലിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. കൊല്ലത്ത് പുനലൂരിൽ കോമളം കുന്ന് കുതിരച്ചിറയിൽ വീടുപണിക്കിടെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ തൊഴിലാളിയെ രക്ഷപ്പെടുത്തുന്നതാണ് ദൃശ്യങ്ങളിൽ. ശങ്കർ എന്നാണ് തൊഴിലാളിയുടെ പേര്. രക്ഷപ്പെടുത്തിയത് കോൺട്രാക്ടറായ ഗണേശനാണ്. നമുക്ക് ഒപ്പം ശങ്കറും ഗണേഷും ഉണ്ട് തത്സമയം. വെരി ഗുഡ് മോർണിംഗ് ശങ്കർ. നമസ്കാരം ഗണേഷ്. ഹലോ, നമസ്കാരമുണ്ട്. ഇതിൽ ആരാണ് ഗണേഷ്, ആരാണ് ശങ്കർ? ആരെയാണ് പിടിച്ചത്? ഞാനാണ് ഗണേഷ്, ഇതാണ് ശങ്കർ. ഓക്കെ ശങ്കരുടെ അടുത്ത് ചോദിക്കൂ എന്താ പറ്റിയതെന്ന്. എനിക്കൊന്നു ആ തട്ട് എടുക്കുന്ന ദിവസമായിരുന്നോ അതോ തട്ട് വാർക്കുന്ന ദിവസമായിരുന്നോ? അതെ അല്ലല്ല, തട്ട് ഇളക്കുന്ന ദിവസമായിരുന്നു. അത് ഒന്നാമത്തെ നിലയായിരുന്നു അല്ലേ? രണ്ടാമത്തെ നിലയോ ഒന്നാമത്തെ നിലയോ? രണ്ടാമത്തെ നില. അയ്യോ, അപ്പൊ അത്രയും ഉയരം ഉണ്ടായിരുന്നു അല്ലേ? ഈ ശങ്കർ നിന്നത് ഒന്നാമത്തെ നിലയിലെ തട്ടിലാണോ അതോ ഗണേഷ് നിന്നത് താഴെയാണോ? എവിടെയാ നിന്നത്? ഏറ്റവും താഴെയാ ഗണേശൻ നിന്നത്, ഏറ്റവും താഴെയാ. ശങ്കർ നിന്നത് രണ്ടാമത്തെ നിലയിലോട്ട് കൊടുക്കുക, അങ്ങനെ ചെയ്തോണ്ട് രണ്ടാമത്തെ നിലയിൽ. എന്താ ശങ്കർ ഇന്നലെ അവിടെ ചെയ്തത്? എനിക്കൊന്ന് രാവിലെ 9 മണിക്ക് മറ്റുമാണ് അല്ലേ? 9:22 ഞാൻ ആ CCTV കണ്ടത്. അതെ 9:30 ഞാൻ ഈ ഷെയ്ഡ് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കാലൊന്ന് തെറ്റി വഴുതി താഴേക്ക് വീഴുകയായിരുന്നു. അത് ഈ മഴയുള്ളതുകൊണ്ട് വെള്ളമുള്ളതുകൊണ്ട് വഴുതിയതാണോ അതോ അത് ഇളവിപ്പോയതാണോ? അല്ലല്ല, നമ്മൾ ഇപ്പം 20 വർഷമായിട്ട് ഈ ഫീൽഡുമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അത്രയും സേഫ്റ്റി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്തോന്നും അറിയില്ല, ആ സമയത്ത് കാൽ വഴുതി ടെൻഷൻ വല്ലതും ഉണ്ടായിരുന്നോ ശങ്കറിന്? താഴോട്ട് വീഴുന്നത്. മഴയൊക്കെ വരുന്നു, പിള്ളേരെയൊക്കെ സ്കൂളിൽ അയക്കണം. അന്നേരം ഞാൻ പേടിച്ചു പോയി. വീഴുന്ന സമയത്ത് കാല് ഇളകിയപ്പോ പേടിച്ചു പോയി. താഴെ അയ്യോ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാ പേടിച്ചാ താഴോട്ട് വീഴുന്നത്. ഗണേശൻ താഴെ നിന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോ ശങ്കർ രണ്ടാമത്തെ നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ശങ്കർ വീഴുന്നു. അയ്യോ എന്ന് വിളിച്ചോണ്ടാ വീഴുന്നത് അല്ലേ? അതെ. ഒരു സെക്കൻഡിനിടയിൽ ശങ്കർ എന്താ വിചാരിച്ചത്? അയ്യോ തീർന്നു എന്ന് വിചാരിച്ചു അല്ലേ? ഒടിഞ്ഞു എന്ന് തന്നെ വിചാരിച്ചു. അതെ. ഓക്കെ, ഇത് ചവിട്ടിയ സ്ഥലത്ത് അത് കിട്ടിയില്ലേ? എന്താ പറ്റിയത്? അത് മുട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുട്ട് കയ്യിൽ നിന്ന് സ്ലിപ്പായി. മുട്ട് ഞാനിവിടെ ആയിരുന്നു താഴോട്ട് പോയത്. കയ്യിൽ മുട്ടും ഉണ്ടായിരുന്നു, രണ്ടും കൂടെ വീണത് അല്ലേ? അതെ. ഓക്കെ, ഞാൻ പേടിച്ചു പോയി. പിന്നെ പുള്ളി അത് പെട്ടെന്ന് ഇത് ഞങ്ങള് ഗണേശന് അത് പെട്ടെന്നൊരു ഇതെങ്ങനെയാ ഗണേഷ് ശ്രദ്ധിച്ചത്? ഈ അയ്യോന്ന് നിലവിളി കേട്ടിട്ടാണോ ഗണേഷ് പെട്ടെന്ന് മുകളിലേക്ക് നോക്കുന്നതും ശങ്കർ വരുന്നത് കാണുന്നതും? അതെ, പുള്ളി അത് നമ്മളെപ്പോഴായാലും ഒരാൾ താഴെ നിർത്തിയേക്കും. നമ്മൾ ഇളക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഒന്ന് സാധനങ്ങളൊന്ന് പിടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരാളെ താഴെ നിർത്തിയേക്കും. അപ്പം താഴെ നിൽക്കുന്ന ആൾ നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടി, അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ നോക്കി നിന്നതാ. ഓക്കെ, ശങ്കർ ഗണേഷിന്റെ കൂടെ കൂടിയിട്ട് ഇപ്പൊ എത്ര കാലമായി? ഞാൻ 20 വർഷത്തിൽ കൂടുതലായി. നിങ്ങൾ രണ്ടുപേരും 20 വർഷമായിട്ട് ഒരേപോലെ ഒരുമിച്ച് ഒരു ടീമിൽ നിൽക്കുകയാണല്ലേ? ഞങ്ങൾ ഒരു വീട് പോലെ കഴിയുന്ന ആൾക്കാരാണ് ഞങ്ങൾ. എൻ്റെ സ്ഥലം ഇച്ചിരി അവിടുന്ന് കുറച്ച് ദൂരം പോകണം, എന്നാലും ഞങ്ങൾ കൂട്ടുകാരെ പോലാണ്. ശരി, എത്ര പേരുണ്ട് നിങ്ങളുടെ സംഘത്തിൽ? ശങ്കറിന്റെ സംഘത്തിൽ, ശങ്കരൻ ഗണേഷിന്റെയും? ഞങ്ങൾ ഇപ്പം ഏകദേശം കുറച്ച് പേരേ ഉള്ളൂ. മഴയായതുകൊണ്ട് പണി കുറവായതുകൊണ്ട് കുറച്ച് പേരേ ഉള്ളൂ, ബാക്കിയെല്ലാവരും നാട്ടിൽ പോയി. ഓക്കെ, ഗണേഷേ നമസ്കാരം. ഗണേഷ്, ഈ ശങ്കർ മോളിന്ന് ഈ നിലവിളിച്ച് വരുന്ന സമയത്ത് എന്താ വിചാരിച്ചത്? പെട്ടെന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അല്ലേ? മഴയുണ്ടായിരുന്നു ആ സമയത്ത് ഗണേഷ്? മഴയില്ലായിരുന്നു. അപ്പം ഇവര് മുകളിൽ നിന്ന് ഈ മുട്ട് പെറുക്കി വരുന്നു ശങ്കർ. അപ്പോൾ ഞാൻ ഇങ്ങനെ മേളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയോ, അപ്പോഴ് മേളിൽ നിന്ന് വീഴുന്ന കണ്ടുകൊണ്ട് എനിക്ക് എന്തോ ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ എന്ത് വരട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചതാണ്. അയ്യോ, രണ്ടുപേരും കൂടെ എനിക്കൊന്ന് ശങ്കർ നിന്നതും കുറച്ച് മുട്ടുകളുടെയൊക്കെ അടുത്താണ് നിന്നത് അല്ലേ? ഗണേഷ് നിന്നതും മുട്ടുകളുടെ അടുത്താണ്. അവിടെ കുറച്ച് പലകയൊക്കെ കിടക്കുന്ന കാണാം.
മുട്ടിൻ്റെ അടുത്ത. ആ ഈ ഗണേഷ് പിടിച്ചില്ലായിരുന്നെങ്കിൽ ശങ്കർ ഒന്നുകിൽ ആ തറയിലോ അല്ലെങ്കിൽ ആ മുട്ടിന്റെ പുറത്തോ ഒന്ന് വീണേനെ അല്ലേ? വീണാനായി. രണ്ടും കൽപ്പിച്ചങ്ങ് പിടിക്കാൻ തീരുമാനിച്ചു അല്ലേ? രണ്ടും കൽപ്പിച്ച് പിടിച്ചേ. എന്തായാലും കാര്യമായിട്ട് പരിക്കൊന്നും പറ്റിയില്ലല്ലോ. ശങ്കറിനും പറ്റിയില്ല, ഗണേശനും പറ്റിയില്ല അല്ലേ? മുറിവാണോ ഉണ്ടോ അവിടെ എവിടെയെങ്കിലും? വേദന എന്തെങ്കിലും? ഇല്ല, പറ്റില്ല. ഇല്ല, ശങ്കറിനും മുറിവൊന്നും ഇല്ല. പക്ഷെ എനിക്ക് ഈ നടുവിന് ഡിസ്കിന്റെ പ്രോബ്ലം ഉള്ളതാണ്. ഞാൻ ബെൽറ്റിട്ടുണ്ടാണ് പണിയുന്നത്. അങ്ങനെ കാലിന് ഈ മസിലിന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതേ ഉള്ളൂ, അല്ല വേറെ കുഴപ്പമില്ല. അതൊന്നും വകവെച്ചതേ ഇല്ല. ആ സമയത്ത് അതൊക്കെ മറന്നു അല്ലേ? ശങ്കർ സെക്കൻഡുകൾക്കുള്ളിൽ വെയിറ്റ് എടുക്കാൻ പാടില്ലാത്ത ഗണേഷ് സെക്കൻഡുകൾക്കുള്ളിൽ ശങ്കർ താഴെ വീഴുന്നുണ്ട്. വേറെ ഒന്നും ആലോചിച്ചില്ല, നേരെ പോയി അങ്ങ് പിടിച്ചു. വേറെ ഒന്നും ആലോചിച്ചില്ല. ആലോചിക്കാൻ ആ സമയത്ത് പറ്റത്തില്ല. പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. എങ്ങനെയെങ്കിലും പിടിക്കുക എന്നുള്ളതാ അല്ലേ? എങ്ങനെയെങ്കിലും പിടിക്കുക. അത് കണ്ടു. നമ്മൾ സാധാരണ ഈ മോളിൽ നിന്ന് മാങ്ങയൊക്കെ പറിച്ചിടുന്ന സമയത്ത് ആള് പിടിക്കുന്ന പോലെയോ ഒരു പിടിയില്ലല്ലോ. ഇങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ ഗണേഷ്? അതെ, ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സംഭവം. എന്തായാലും അത് നന്നായി. ശങ്കർ ഇപ്പോൾ കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കാണുമ്പോൾ തന്നെ സന്തോഷം. ഒരു പരിക്കും പറ്റിയില്ലല്ലോ എന്നതിൽ ആശ്വാസവും ഉണ്ട് എന്നുള്ളതാണ്. ഗണേഷിൻ്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട് ഗണേഷിനിപ്പം? എനിക്ക് 3 മക്കളും ഭാര്യയും. ശങ്കറിനോ? 3 പെൺമക്കളാ. ശങ്കറിന് ഒരു കൊച്ചു. ഓക്കെ. അപ്പം ഈ വീണ് കഴിഞ്ഞ് പിടിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ശങ്കർ എന്താ ഒന്ന് പറഞ്ഞത് ഗണേഷിനോട്? ശങ്കർ ഒന്നും പറഞ്ഞില്ല. നീ എന്റെ ദൈവം എന്ന് പറഞ്ഞു. നീ കടവുൾ എന്നെ രക്ഷപ്പെടുത്തിന്ന് പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞത് ശങ്കർ? പുള്ളി ഇപ്പൊ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത് നീ ദൈവമാടാ എന്നാണ് പറയുന്നത് അല്ലേ? നിങ്ങൾ ശങ്കർ എന്താ ഗണേശോട് പറഞ്ഞ ദൈവമാണെന്നാണോ പറഞ്ഞത്? എന്റെ ദൈവം പറഞ്ഞു. അത് കൊള്ളാം. വേറെ ആരും ചെയ്യാത്തൊരു കാര്യമാവും ചെയ്തത്. പിന്നെ മാത്രമല്ല നടുവേദന, മസില്, ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ നേരെ പിടിച്ചല്ലോ. എന്തായാലും സന്തോഷം. ഇന്ന് പണിയുണ്ടോ ശങ്കറിനും ഗണേശനും? പണിക്ക് വന്നതായിരുന്നു, പക്ഷെ മഴയായോണ്ട് പണി. ഓക്കെ, ഇനി എന്തായാലും സുരക്ഷിതമായിട്ട് മാത്രമേ കയറാവൂ കേട്ടോ. അപ്പോൾ ഒന്ന് ഒക്കെ നോക്കുക, ബാക്കി സംവിധാനങ്ങളൊക്കെ നോക്കിയിട്ട് കയറുക. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ദിവസത്തെ ബമ്പർ ശരിക്കും പാലക്കാട്ടുകാർക്കല്ല അടിച്ചത്. ഇന്നലെ ബമ്പർ അടിച്ചത് ശങ്കരനാ ശരിക്കും. എന്തായാലും സന്തോഷം. നിങ്ങളെ ഇങ്ങനെ കാണാൻ പറ്റിയല്ലോ, സന്തോഷത്തോടു കൂടി. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഈ സുഹൃത്ത് ബന്ധം ആജീവനാന്തം തുടരട്ടെ. ദൈവമകനും എന്ന് പറയുന്ന പോലെ. ഓക്കെ, സന്തോഷം. അപ്പോൾ ഗണേഷും ശങ്കറുമാണ് നമുക്കൊപ്പം ചേർന്നത്.